ലോകത്ത് മനുഷ്യനായി പിറന്നുപോയോ ഇത് അനുഭവിച്ചേ പറ്റൂ. പക്ഷെ രക്ഷപ്പെടാനും മാർഗങ്ങൾ വിശുദ്ധ ദീനിലുണ്ട്. അത്രത്തോളം വേദനാജനകമായ ഒരു കാലഘട്ടത്തിലൂടെ സമയത്തിലൂടെ ഏതൊരു മനുഷ്യനും കടന്നു പോവേണ്ടതുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ഹദീസ് പ്രകാരം ഒരു ആട്ടിൻകുട്ടിയെ പച്ച ജീവനോടെ അതിന്റെ തൊലിയിങ്ങോട് ഉരിച്ചങ്ങെടുക്കുമ്പോൾ ആ ആട്ടിൻകുട്ടിയുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന വേദനയുടെ ആവേഗം, മരണവേദനയ്ക്കുള്ള ഉദാഹരണങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എണ്ണിയിട്ട് തരികയാണ്. കഴിഞ്ഞില്ല, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അവന്റെ നഖം അവന്റെ വിരലിനോട് എത്രത്തോളം ചേർന്നാണോ ഇരിക്കുന്നത് അതിനേക്കാൾ ഏറെ അവന്റെ ജസദിൽ ഇഴുകിച്ചേർന്നിരിക്കുകയാണ് അവന്റെ റൂഹ്. അവന്റെ ശരീരത്തിൽ അവന്റെ റൂഹ് ഇരിക്കുന്നത് ഈ നഖം വിരലിനോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ ഇഴുകിച്ചേർന്നാണ്. ഈ പറയപ്പെട്ട നഖം വിരലിൽ നിന്നും അടർത്തി മാറ്റുമ്പോഴുള്ള വേദന എന്താ? പിരിയാൻ പറ്റാത്ത ബന്ധങ്ങളെ ഉദാഹരിക്കുവാൻ സാഹിത്യ ഭാഷയിൽ പറയാറുണ്ട്, ദേ ആർ ലൈക്ക് ഫിംഗർ ആൻഡ് നെയിൽ. അവർ വിരലും നഖവും പോലെയാണ്, പൊളിച്ചു മാറ്റിയാൽ വേദനിക്കും എന്ന് പറയുമ്പോൾ അതിനേക്കാളേറെ ഇഴുകിച്ചേർന്നിട്ടുള്ള ആ ശരീരത്തിൽ ഇഴുകിച്ചേർന്നിട്ടുള്ള റൂഹിനെ പിടിച്ചു വലിച്ചു കുടഞ്ഞങ്ങ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന എന്താ? മരണവേദനയെ പലതരത്തിൽ മനുഷ്യൻ ഉപമിക്കാം. മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം തലക്കും ഭാഗത്ത് നിന്നുകൊണ്ട് വലിയങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ല. നിർണയിക്കപ്പെട്ട സമയമെത്തിയാൽ അത് നടക്കുക തന്നെ ചെയ്യും. ഈ വേദന എല്ലാ മനുഷ്യനും അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. എന്തിനേറെ പറയുന്നു, റബ്ബ് സുബ്ഹാനഹു വ തആല ലോകത്ത് ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തിത്വം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബി തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അനുഭവിച്ച വേദനയെപ്പറ്റി പ്രിയപ്പെട്ടവരെ പറഞ്ഞു പോയാൽ കരഞ്ഞു പോകും. മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം, രണ്ട് മലക്കുകൾ വീടിന്റെ മുന്നിൽ വന്ന് അനുമതി ചോദിക്കുകയും അനുവാദം നൽകപ്പെട്ടപ്പോൾ അകത്ത് പ്രവേശിക്കുകയും എന്തിനാണ് വന്നത് എന്ന ചോദ്യത്തിന് അവിടത്തെ അനുവാദമുണ്ടെങ്കിൽ ആ റൂഹിനെ പിടിക്കുവാനും അതല്ല എങ്കിൽ ഒന്ന് വെറുതെ കണ്ടു മടങ്ങുവാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് വളരെ ഭവ്യതയോടെ ബഹുമാന പുരസ്കാരം മറുപടി കൊടുത്തുകൊണ്ട് മലക്കുകൾ കാത്തിരിക്കുന്ന സമയം, ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ആ റൂഹിനെ പിടിക്കുവാൻ അനുവാദം കൊടുക്കുന്ന രംഗം, അനുവാദം നൽകപ്പെട്ടപ്പോൾ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം തലക്കും ഭാഗത്തേക്ക് നീങ്ങുന്നു. അള്ളാഹിന്റെ ഹബീബിന്റെ തിരുശരീരത്തിൽ നിന്നും ആ റൂഹിനെ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ തുടങ്ങുകയാണ്. ആ വേദന വല്ലാതെ നബിതങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്നാണ് ഹദീസ് വ്യക്തമാക്കുന്നത്. നബിതങ്ങൾക്ക് വല്ലാത്ത വേദന എടുത്തു. മലക്കുൽ മൗത്തിന്റെ റൂഹിനെ പിടിച്ചപ്പോൾ വല്ലാത്ത വേദന എടുത്തു. ആ വേദന തുടങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്. അല്ലാഹുവേ, മുഹമ്മദിന് നീ മരണവേദന എളുപ്പമാക്കണേ അല്ലാഹ്, മുഹമ്മദിന് നീ മരണവേദന എളുപ്പമാക്കണേ അല്ലാഹ്. ആരാ ദുആ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ ഹബീബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം നാമത്തോട് ചേർത്തെഴുതിയ നാമമുള്ള തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ആണ്. പഠിക്കണം പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം. അങ്ങനെ അത്രത്തോളം തീക്ഷണമായ ഒരു സമയത്തിലൂടെ നബിതങ്ങൾ ആ റൂഹിനെ പിരിയുന്ന സമയത്ത് കടന്നു വന്നു. തൊട്ടടുത്ത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഇരിപ്പുണ്ട്. മഹദി അവരുടെ അടുത്തിരിക്കുന്ന പാത്രത്തിലെ വെള്ളത്തിൽ കൈമുക്കിക്കൊണ്ട് മുഖം ഒന്ന് തടവിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അല്ലയോ ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ് കേട്ടോ, മരണത്തിന് വല്ലാത്ത വേദനയാണ് കേട്ടോ. ചിന്തിക്കണം. ഈ അവസ്ഥയിൽ പോലും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്താ? നബിതങ്ങൾക്ക് പോലും വല്ലാതെ വേദനയെടുത്ത സാഹചര്യം, ആ സാഹചര്യം അത് ഉമ്മത്തിന് ഹൈറായി വന്ന രംഗം സുന്ദരമായി നമുക്കിവിടെ മനസ്സിലാക്കാം. ഹയാത്തി ഹൈറുൽ ലക്കും വമമാത്തി ഹൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഹൈറാണ്, എന്റെ മൗത്തും എന്റെ വഫാത്തും